ഞങ്ങളെല്ലാം അടക്കാനുള്ള സ്ഥലം ഭഗവാൻ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. കൊടുത്താൽ 5 ലക്ഷം ബാക്കി കിട്ടുന്നു. അങ്ങനെ കണ്ണനെ പ്രാർത്ഥിച്ച അവൾക്ക് അത് നേടിയെന്ന് അവൾ ഉറപ്പായിട്ട് പറഞ്ഞു. ഞാൻ സ്വപ്നത്തിൽ കൃഷ്ണനെ കണ്ടിട്ടുണ്ട്. എന്താ കണ്ടേ? മോളെ കല്യാണമായിരുന്നു ഇവിടെ വെച്ച് കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ കുറേ നാൾ കൊണ്ട് ആഗ്രഹിക്കുന്നത് ഇവിടെ ഗുരുവായൂർ അമ്പലത്തിൽ വരണമെന്ന്. പക്ഷെ ഇതുവരെ സാധിച്ചില്ല. ഇന്ന് എൻ്റെ ആങ്ങളുടെ മോടെ കല്യാണം ആയതുകൊണ്ട് ഇന്ന് ആ കല്യാണത്തിന് ഞങ്ങൾ പങ്കെടുക്കുകയും ഇവിടെ ഒരുപാട് കല്യാണങ്ങൾ കാണാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് തന്നു. അപ്പം ഞാൻ ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ എനിക്ക് ആ ഭഗവാനെ ഒന്ന് കാണാനും ഒത്തിരി നാൾ കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അകത്ത് കയറി തൊഴാൻ പറ്റിയില്ലെങ്കിലും പുറത്ത് നിന്ന് തൊഴാനുള്ള ഭാഗ്യം ഭഗവാൻ എനിക്ക് തരണേന്ന് പറഞ്ഞു. അതുപോലെ എനിക്ക് പെണ്ണും ചെറുക്കനുമൊക്കെ അമ്പലത്തിനകത്ത് കല്യാണത്തിന് കയറിയപ്പോൾ ഞങ്ങൾ പുറത്തായിരുന്നു. അപ്പോൾ ഞാൻ അന്നേരം ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ ഞങ്ങളെ പുറത്ത് നിർത്തല്ലേ, എൻ്റെ ആങ്ങളെയും കുഞ്ഞിൻ്റെ അടുത്ത് ഞങ്ങളെ എത്തിക്കണേ, എന്നാലേ ഞങ്ങൾക്ക് എൻ്റെ ആങ്ങളുടെ കുഞ്ഞിൻ്റെ കല്യാണം കാണാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങളെ അകത്ത് കയറ്റണേ ഭഗവാനെ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് സെക്യൂരിറ്റി ഞങ്ങൾക്ക് ഗേറ്റ് തുറന്നു തന്നു. ഞങ്ങൾ അവിടെ ചെന്ന് കല്യാണം കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ആങ്ങളയ്ക്ക് അങ്ങ് സന്തോഷമായി. ഞങ്ങൾ 2 പേര് പെങ്ങന്മാരെ വന്നിട്ടുള്ളൂ. 2 പെങ്ങന്മാർക്ക് സുഖമില്ല. ആ 2 കാര്യം എൻ്റെ ഭഗവാൻ സാധിച്ചു തന്നു. അതുപോലെ അന്നെങ്കിൽ ഞങ്ങൾക്ക് 4 സെൻറ്റ് സ്ഥലത്തിനകത്താണ് വീട് വെച്ചത്. അപ്പം ഞാൻ ഭഗവാനോട് പറഞ്ഞു, ഭഗവാൻ ഞങ്ങളുടെ അവിടെ ഒരു കുശിപ്പള്ളി കൃഷ്ണനുണ്ട്, മഹാവിഷ്ണു ക്ഷേത്രമാണ്. ഞാൻ ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ ഞങ്ങൾ ചാകുമ്പോൾ അടക്കാൻ ഞങ്ങൾക്ക് മണ്ണില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇച്ചിരി മണ്ണും കൂടെ ഭഗവാൻ തരണേന്ന്. അപ്പം ഭഗവാൻ എനിക്ക് 30 സെൻറ്റ് സ്ഥലം തന്നു. ഞങ്ങളെല്ലാം അടക്കാനുള്ള സ്ഥലം ഭഗവാൻ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല. എന്തായാലും നല്ല നന്നായിട്ട് നന്നില്ലേ? അത് ഭഗവാന്റെ ഒരു അനുഗ്രഹമായിട്ട് കൂട്ടിയായി. ആനന്ദ കണ്ണീരാണ്. ഞങ്ങൾ കരയിപ്പിച്ചല്ല. ഓരോരുത്തർക്കും ഓരോ വിശ്വാസം വന്നിട്ടല്ലേ ഈ ലക്ഷങ്ങൾ ജനങ്ങൾ വന്ന് ഇവിടെ വരുന്നത്. പൂർണ്ണ വിശ്വാസം ഉണ്ടായിട്ടല്ലയോ ഈ ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇവിടെ വന്ന് ഭഗവാന്റെ മുമ്പിൽ കുമ്പിടുന്നത് ഇല്ലേ? നല്ല നല്ല ജീവിക്കുന്നതിന് എൻ്റെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ്. വസ്തുക്കളായാലും കണ്ടമായാലും കുഞ്ഞിൻ്റെ എൻ്റെ മോൻ കാറ് മേടിച്ചതായാലും എൻ്റെ ഭർത്താവ് വണ്ടി മേടിച്ചത് എല്ലാം കൊണ്ട് എൻ്റെ ഭഗവാന്റെ അനുഗ്രഹം മാത്രം ഒന്നുകൊണ്ട് മാത്രമാണ്. അറിയാ, നമ്മൾ അദ്ദേഹത്തെ സ്നേഹിച്ചാൽ ദൈവം കൃഷ്ണൻ നമ്മളെ ഒരിക്കലും കൈവിടത്തില്ല. അത് നമുക്ക് വിശ്വാസമായിട്ടും അറിയാം, വ്യക്തമായിട്ടും അറിയാം. എനിക്ക് സന്തോഷമായി ഇവിടെ വരാനും ഭഗവാനെ കാണാനും തൊഴാനും എല്ലാം കൊണ്ട്. ഇതൊക്കെ പറയാനും എന്തുകൊണ്ടായിരിക്കും അമ്മയുടെ ഒരു കാഴ്ചപ്പാടിൽ എന്തുകൊണ്ടായിരിക്കും ശ്രീകൃഷ്ണൻ എല്ലാവരും പ്രാർത്ഥിക്കും അല്ലെങ്കിൽ ഇത്രയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നത്? ഭഗവാൻ അത്രയ്ക്ക് ശക്തിയുള്ളൊരു ആളാണ്. അത് നമ്മളെ സ്നേഹിച്ച അതേ ഇരട്ടി സ്നേഹം ദൈവം നമുക്ക് തരും, തീർച്ചയായുന്നുണ്ട്. അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യം. അമ്മയോടാണ് ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ കണ്ണൻ വന്നിട്ട് ഒരു ആഗ്രഹം പറയാൻ പറഞ്ഞാൽ ഞാൻ സ്വപ്നത്തിൽ കൃഷ്ണനെ കണ്ടിട്ടുണ്ട്. എന്താ കണ്ടേ? ഒരു കൊച്ചു ഒരു 6-7 വയസ്സുള്ള ഒരു കുഞ്ഞായിട്ട് നല്ല സൂര്യൻ ഉദിച്ചു വരുന്നത് പോലുള്ള ആ ചുമപ്പ് നിറത്തിൽ ഞാൻ അതുപോലെ ഭഗവാനെ സ്നേഹിച്ചിട്ടുണ്ട്. അങ്ങനെ ഉറക്കത്തിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ, കണ്ടത് മാത്രമേ ഉള്ളൂ. അവര് അത് പിന്നെ പകുതി പണിയാക്കി കഴിഞ്ഞപ്പോൾ പൈസ അവരുടെ കയ്യിലുമായി. പിന്നെ അവരങ്ങ് മുങ്ങുകയും ചെയ്തു. പിന്നെ സാധനങ്ങളൊക്കെ കുറേ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ മുങ്ങിക്കഴിഞ്ഞപ്പം വീട് പണി അങ്ങ് സ്ട്രക്കായി. അപ്പോൾ പിന്നെ ഇവിടെ ഉള്ള ദൈവങ്ങളെയൊക്കെ വെച്ച് അവർക്ക് ഭയങ്കര വിശ്വാസം ഉണ്ണിക്കണ്ണനെയാണ്, ഗുരുവായൂരപ്പനെ കൃഷ്ണനെ വെച്ച് ആരാധിക്കുന്ന അമ്പലത്തിൽ പോയി ഉള്ളഞ്ഞ് പ്രാർത്ഥിച്ചു. അത് കാരണം അവിടുന്ന് കോടതിയിൽ നിന്ന് ആൾ വന്നു അതെല്ലാം നോക്കി അതിൻ്റെ പേപ്പറുകളൊക്കെ അവർ വാങ്ങിച്ച് കോടതി കൊണ്ടുപോയി അവിടെ വെച്ച് അവർക്ക് അവൾക്ക് ആനുകൂല്യമായിട്ട് വന്നു. അങ്ങനെ ഇപ്പം അതിൽ 10 ലക്ഷമായിരുന്നു അവരുടെ കയ്യിലുള്ളത്, അല്ല 5 ലക്ഷം തിരിച്ച് കിട്ടി. 5 ലക്ഷം അവർ വീണ്ടും കൊടുത്താൽ 5 ലക്ഷം ബാക്കി കിട്ടുന്നുണ്ട്. അങ്ങനെ കണ്ണനെ പ്രാർത്ഥിച്ച അവൾക്ക് അത് നേടിയെന്ന് അവൾ ഉറപ്പായിട്ട് പറഞ്ഞു. ജീവിതത്തിൽ നടക്കുന്ന വലിയൊരു അത്ഭുതങ്ങളാണ്. അവളെല്ലാ കൃഷ്ണൻ്റെ എല്ലാ അമ്പലങ്ങളിലും പോയി മനസ്സുരുകി പ്രാർത്ഥിച്ച് വീട് പണി തീരുന്നുണ്ടോ അതുമില്ല, പൈസ അവരുടെ കയ്യിലുമായി. അങ്ങനെയായി ആകെ വിഷമിച്ചു. പക്ഷെ അവർ ചെയ്തതെല്ലാം നല്ല
കറക്റ്റായിട്ടാണ്. എന്തോ അയാൾക്കെന്തോ ഒരു പാവപ്പിഴവ് പറ്റിയതാണ്, അത് നമുക്കറിയാം. അപ്പോൾ പൈസ അല്ല അവരുടെ, ഇപ്പോൾ സാധനങ്ങളെല്ലാം ഇവരെടുപ്പിച്ച്, നമ്മളെ കൊണ്ട് എടുപ്പിച്ച് അതല്ല സാധനങ്ങളെല്ലാം വാങ്ങിച്ച് പണി കഴിഞ്ഞു. പക്ഷേ പൈസ അവരുടെ കയ്യിലായിപ്പോയി. വിശ്വസിച്ച് കൊടുത്തതാ. അങ്ങനെ വലിയൊരു പറ്റി. അങ്ങനെ അവർ കൃഷ്ണൻ്റെ അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ച് ഒരുപാട് നേർച്ചയും വഴിപാടും ഒക്കെ ചെയ്ത് അവർക്ക് ഭയങ്കര വിശ്വാസം കൃഷ്ണൻ. അമ്മ സാധാരണ ഗുരുവായൂർ വരുമ്പോൾ എന്തൊക്കെ വഴിപാടുകളാണ് നടത്താറുള്ളത്? എൻ്റെ മോനെ ഞാൻ വന്ന് പായസം നടത്തിയിട്ടുണ്ട്. ഇവിടുന്ന് അത് വാങ്ങിച്ച് കഴിച്ചിട്ടുമുണ്ട്. ഒരു ദിവസം ഇവിടെ കിടന്നിട്ടുമുണ്ട്. ഇപ്പോൾ വേറൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ എന്തുകൊണ്ടായിരിക്കും കണ്ണനെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെ എല്ലാവരും ഇത്ര കൂടുതൽ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത്? മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ, കരഞ്ഞങ്ങൾ അപേക്ഷിച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം കിട്ടും. അത് അച്ചിട്ട ആണല്ലേ? ആ, നമ്മൾ മനസ്സുരുകി പ്രാർത്ഥിക്കണം. അത് വേണം. അല്ലാതെ ചെന്ന് ഭഗവാനെ വിളിച്ചോണ്ടൊന്നും ഒരു വരികയില്ല. നമ്മൾ ഉള്ളിൽ ഒരുങ്ങി ഭഗവാനെ വിളിച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം കിട്ടും. അത് അനുഭവം കൊണ്ടും പറയുക. എൻ്റെ പ്രധാനം കൊണ്ടല്ലേ ഞങ്ങൾ എല്ലാ ദിവസവും എല്ലാ മാസങ്ങളിലും വരാതെ മുടങ്ങാതെ വരുന്ന നേരത്തേക്ക് എല്ലാം 30 വ്യാഴാഴ്ചയും വരും. എന്തെങ്കിലും അങ്ങനെ പ്രാർത്ഥിച്ച് നടന്ന കാര്യങ്ങളുണ്ടോ? എന്തെങ്കിലും പറയാൻ പറ്റുമോ നമ്മുടെ ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ട്? ഭക്തജനങ്ങൾക്ക് നമ്മൾക്ക് എന്തെങ്കിലും വിചാരിച്ച കാര്യങ്ങൾ സാധിക്കുമ്പോൾ അപ്പം നിങ്ങൾ അമ്പലത്തിലേക്ക് വരും. അല്ല, ഇങ്ങനെ നടന്ന എന്തെങ്കിലും കാര്യം എന്താ നടന്നെന്നുള്ള കാര്യം അത് നിങ്ങൾ പറയാൻ സാധാരണ അമ്മയോട് വരുമ്പോൾ എന്തൊക്കെ വഴിപാട് നടത്താറ്? വരുമ്പോൾ വഴിപാടുകൾ എല്ലാം ആളൊരു എടുത്ത് വയ്ക്കും, അതിനെ പൈസ നടക്കിൽ വയ്ക്കും. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ? പിന്നെ അനുഭവം മോന് വയ്യാതെയായിട്ട് വെണ്ണോണ്ട് വ്യാപാരം ചെയ്തു മാറി. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വെണ്ണ കൊണ്ട് തുലാഭാരം നടത്തി കഴിഞ്ഞാൽ അതൊരു പ്രധാനമാണല്ലേ? പ്രധാനമാണ്. എള്ളുകൊണ്ട് എല്ലാം അതും നല്ലതാണ്. അപ്പോൾ മറ്റു ഭക്തരോട് പറയുകയാണെങ്കിൽ തന്നെ ഇതുപോലെ ഇപ്പോൾ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ഇതുപോലെ തുലാഭാരം നടത്തുമ്പോൾ അതൊരു വലിയൊരു കാര്യമായിട്ടുണ്ടാവില്ലേ? ഇപ്പോൾ ഒരു ഇതായിട്ട് ചോദിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടായിരിക്കും കണ്ണനെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ എല്ലാവർക്കും എത്ര കൂടുതൽ ആരാധിക്കാൻ എന്തായിരിക്കും കാരണം? നമ്മുടെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഭഗവാൻ നല്ല നമുക്ക് വേണ്ടിയിട്ട് പ്രത്യക്ഷമായിട്ടുള്ളതല്ലേ ഭൂമിയിൽ. അപ്പം നമ്മളതിനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം കണ്ണനോട് ചോദിക്കാൻ അമ്മയ്ക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടാവും? എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? ആഗ്രഹം എനിക്ക് വയ്യാതെ ആയാലും എനിക്ക് വല്ലവരും പോകണമെന്ന് വിചാരിച്ചു ഭഗവാന് എനിക്ക് ഇന്നടത്തേക്ക് പോകാൻ സാധിക്കണേന്ന് പറഞ്ഞാൽ സാധിക്കും. വേറെ എന്തെങ്കിലും ആഗ്രഹം ഇപ്പോൾ കണ്ണനോട് ചോദിക്കാണ്ട്? ഇപ്പോൾ കണ്ണൻ വന്നിട്ട് ചോദിക്കും ഒരു ആഗ്രഹം ചോദിച്ചോളൂ എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ ചോദിക്കുക? എന്താ ആവശ്യമുള്ളത് ചോദിക്കണം. എന്താ ചോദിക്കുക? എന്നാലും ഒരു ചുമ്മാ രസകരമായിട്ട് പറഞ്ഞായി എന്തെങ്കിലും പറഞ്ഞോ? അത് കാര്യമൊന്നുമില്ല. എനിക്കുള്ള അനുഭവം എൻ്റെ മോന് വയ്യാതെയായിട്ട് ഞാൻ വെണ്ണോണ്ട് വ്യാപാരം ചെയ്തു. ക്യാൻസർ ആയിരുന്നു, അത് മാറിയില്ലേ? അത് നല്ല അനുഭവമാണ്. പിന്നെ കൃഷ്ണനാട്ടം കളി അത് വഴിപാടാക്കി. പിന്നെ കൃഷ്ണൻ വിളിച്ചോടത്താ. കൃഷ്ണൻ്റെ അനുഭവം അതന്നെയാണ്, നല്ല അനുഭവമാണ്. എന്തായാലും നമ്മുടെ ഭക്തനെ കൊണ്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് വലിയ നന്ദി. കണ്ടതിനൊക്കെ എപ്പോഴെങ്കിലും കണ്ണനെ കാണാൻ വേണ്ടി പറയാൻ എന്തെങ്കിലും ആഗ്രഹം? ഇനി ഭഗവാനോടൊന്നും പറയണ്ട, ഭഗവാൻ എല്ലാം അറിഞ്ഞ് നമുക്ക് തരും. നമ്മുടെ ഈ ഭക്തനങ്ങൾക്ക് കാണുമ്പോൾ ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ എല്ലാവർക്കും. ഞാൻ ചോദിക്കട്ടെ, മോൻ ഇപ്പൊ കൃഷ്ണനെ കാണുന്ന കൃഷ്ണൻ എനിക്ക് ഒത്തിരി വസ്തുതകൾ തരണേ, എനിക്ക് കണ്ടം തരണേ, അത് തരണേ, ഇത് തരണേ, എനിക്ക് ലോട്ടറി അടിക്കണമെന്ന് പറയൂ? അങ്ങനെ പറയില്ല, കൂടെ പോരാനേ പറയുള്ളൂ. അതുപോലെ എന്തെങ്കിലും പറഞ്ഞേ, നമുക്കും എന്തെങ്കിലുമൊക്കെ ഒരു ആഗ്രഹം കാണുമല്ലോ, ചുമ്മാ രസമായിട്ട് പറഞ്ഞേ. നമ്മളൊന്നും ആഗ്രഹിക്കണ്ട, അദ്ദേഹം അറിഞ്ഞെല്ലാം നമുക്ക് തരും. അതറിയാം. ഇപ്പോൾ ഒരു രസകരമായിട്ട് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ പെട്ടെന്ന് കണ്ണൻ അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ മുന്നിൽ വന്നിട്ട് ഒരു ആഗ്രഹം പറഞ്ഞോളൂ പറഞ്ഞപ്പോൾ എന്തായിരിക്കും ഒരു ആഗ്രഹം പറയാ പെട്ടെന്ന്? എൻ്റെ കാര്യം പറയാൻ എന്നെ കഷ്ടപ്പെടുത്താതെ എൻ്റെ ജീവനം എടുക്കണേ. പിന്നെ എൻ്റെ മക്കൾക്കൊന്ന് ആപത്തിൽ നിന്നും രോഗങ്ങളിൽ നിന്നും രക്ഷിക്കണമെന്ന്.